ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഇതോടെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറി. രൂപയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര ബാങ്ക് രംഗത്ത്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 0.2% ഇടിവാണ് ഉണ്ടായത്. 90.6475 രൂപയായാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറഞ്ഞത്. ഡിസംബർ 12-ാം തീയതിയായിരുന്നു രൂപയുടെ മൂല്യത്തിൽ ഇതിനു മുൻപ് റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയത്. അന്ന് 90.55 രൂപയായാണ് മൂല്യമിടിഞ്ഞത്. ഇതോടെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും രൂപയെ കരകയറ്റാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര ബാങ്ക് രംഗത്തുണ്ട്. 5.5% മൂല്യശോഷണം ാണ് ഈ വർഷം ഇതുവരെ രൂപയ്ക്കുണ്ടായത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ 50% തീരുവ രൂപയെ നെഗറ്റീവായി സ്വാധീനിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം ഓഹരി വിപണിയിൽ നിന്ന് വിദേശ മൂലധനം വൻതോതിൽ പുറത്തേക്ക് ഒഴുകുന്നതും രൂപയെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകമാണ്. $18 ബില്യൺ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ 2025-ൽ വിറ്റഴിച്ചത്. $500 മില്യൺ ബോണ്ടുകളും വിറ്റഴിച്ചിരുന്നു. ഇതും രൂപയുടെ മൂല്യമിടിയുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. രൂപയുടെ മൂല്യമിടിയുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സ്വർണം ഗ്രാമിന് 75 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. ഇതോടെ 12,350 രൂപയായി 1 ഗ്രാം സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. പവൻ വിലയിൽ 600 രൂപയുടെ വർധനയുണ്ടായതോടെ 98,800 രൂപയായി സ്വർണ്ണവില. ഇതിനു മുൻപ് ഡിസംബർ 12-നായിരുന്നു സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയത്. അന്ന് 98,400 രൂപയായിരുന്നു ഒരു പവന്റെ വില. ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയരുകയാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.